നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. ഇത് സ്മാക്ഡൗൺ എപ്പിസോഡിൽ ലോഗൻ പോൾ ഉണ്ടായിരുന്നു. എന്തായാലും ലോഗൻ പോൾ ഉണ്ടെന്ന് മാത്രമല്ല അതിൽ കെവിൻ ഓവൻസിൻ്റെ കയ്യിൽ നിന്ന് നല്ലൊരു പഞ്ച് മുഖത്ത് കിട്ടിയിരുന്നു. എന്തായാലും പഞ്ച് കിട്ടി പഞ്ചറായ മോഹം അദ്ദേഹം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. ആ ഒരു ഫേസ്, അത് ലോഗൻ പോളിൻ്റെ ഫേസ് നിൽക്കുമ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് പ്രശ്നമൊന്നും തന്നെയില്ല. അതിൻ്റെ ഫേസ് ഇങ്ങനെ മുറിഞ്ഞപ്പോൾ അദ്ദേഹം കാണിച്ചതേ ഉള്ളൂ. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് കെവിൻ ഓവൻസ് ജയിച്ചു ഈ ഒരു ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ. എന്നാലും ഇതിലൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ടൂർണമെൻറ്റ് നടത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് തന്നെയാണ്. കാരണം നമുക്ക് തുടക്കത്തിൽ തന്നെ മനസ്സിലായി ഈ ഒരു ടൂർണമെൻറ്റ് ജയിക്കാൻ പോകുന്നത് കെവിൻ ഓവൻസ് ആണെന്ന്. ഫസ്റ്റ് തന്നെ കെവിൻ ഓവൻസ് ലോഗൻ പോൾ ഒരു ഫൈറ്റ് നടന്നിട്ടാണ് ഈ ഒരു ടൂർണമെൻറ്റ് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കെവിൻ ഓവൻസ് ആണ് ഈ ഒരു ടൂർണമെൻറ്റ് വിജയിക്കാൻ പോകുന്നത്. ഇങ്ങനൊരു മണ്ടത്തരത്തിന് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചിലപ്പോൾ കുറച്ച് മാച്ചസ്, അതായത് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ അങ്ങനെയൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റി ഈ ഒരു മാച്ചസ് വെച്ച്. അതുകൊണ്ടായിരിക്കും WWE അങ്ങനെ ചെയ്തത്. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ഈ ഒരു ടൂർണമെൻറ്റ് വേണ്ടായിരുന്നു. ഡയറക്റ്റ് ഇവർ തമ്മിൽ ഒരു മാച്ച് വെക്കേണ്ടതായിരുന്നു. അതായത് ഫ്യൂഡൊക്കെ പോകുന്നതാണ് നല്ലത്. എന്തായാലും ഒരു വേസ്റ്റ് ടൂർണമെൻറ്റ് തന്നെ പറയണം. കാരണം എല്ലാവർക്കും അറിയാം ലോഗൻ പോൾ അല്ല കെവിൻ ഓവൻസ് ജയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൂർണമെൻറ്റിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക, ഉറപ്പായിട്ടും രേഖപ്പെടുത്തുക. പിന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ റോ എപ്പിസോഡിലായിരുന്നു ബെക്കി ലിഞ്ചിന് ഒരു പരിക്ക് പറ്റിയത്. അതായത് ബെക്കി ലിഞ്ചിൻ്റെ മുഖത്തുനിന്ന് ചോര വരുന്നുണ്ടായിരുന്നു. എന്നാലും അത് WWE ബ്ലാക്ക് ആൻഡ് വൈറ്റോ ബ്ലറോ ഒന്നും ഇല്ലാതെ കാണിച്ചിരുന്നു. അത് ഇന്നത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്, LA നൈറ്റിന് ഇതുപോലെ തന്നെ ഒരു ഇഞ്ചുറി സംഭവിച്ചിരുന്നു. ഒരു ബ്ലഡ് അദ്ദേഹത്തിൻ്റെ മുഖത്തുനിന്ന് വന്നിരുന്നു. അവിടെ ചെറുതായിട്ട് എവിടെയോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ കാണിച്ചിട്ട് പിന്നെ അത് ക്ലിയർ ആയിട്ട് WWE കാണിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ബ്ലഡ് വരുന്ന സംഭവങ്ങളൊക്കെ. സോ WWE TV14 പോവുകയാണോ എന്നൊരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം WWE ഇനിയും ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ റോ എപ്പിസോഡൊക്കെ ഇനി ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത് WBD അല്ലെങ്കിൽ TNE നെറ്റ്വർക്കിലാണ്. സോ അവിടെ നമുക്കറിയാം AEW ടെലികാസ്റ്റ് ചെയ്യുന്ന നെറ്റ്വർക്കാണ്. അവിടെ ഇതുപോലെ ബ്ലഡൊക്കെ, അതായത് ഒരുപാട് അവർ കാണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും എപ്പോഴും WWE അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്കൊന്നൊരു ബ്ലഡ് വരുന്ന നോർമലായിട്ടൊരു സംഭവമാക്കി മാത്രം കാണിക്കാനായിരിക്കും Triple H നേരത്തെ നമ്മൾ കേട്ടൊരു കാര്യമാണ്. അതായത് TV14 അത് ആ ഒരു ലെവലിലേക്കൊന്നും WWE പോകാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. ജസ്റ്റ് ഇതുപോലെ ബ്ലഡ് സെഗ്മെൻറ്റ്സും അതായത് ചെറിയ സംഭവങ്ങളൊക്കെ കാണിക്കുന്നു പറഞ്ഞു കേട്ടിരുന്നു. എന്തായാലും അതിനുള്ള പ്ലാനുകളാണോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. ഇപ്പോൾ തുടർച്ചയായിട്ട് ബ്ലഡ് സെഗ്മെൻറ്റ്സ് നമ്മൾ കണ്ടു. ബെക്കി ലിഞ്ചിന് അന്ന് സംഭവിച്ചത് ഒരു റിയൽ ഇഞ്ചുറി ആണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. LA നൈറ്റിൻ്റെ കാര്യങ്ങളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. എന്തായാലും ഫ്യൂച്ചറിൽ അതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാം. റോക്ക് വേഴ്സസ് റോമൻ റെയ്ൻസ്, ഇതായിരിക്കും ഹൈപ്പ് വെച്ച് നമ്മൾ 2024 കാണാൻ പോകുന്ന ഏറ്റവും വലിയ മാച്ച്. എന്തായാലും ഈ ഒരു മാച്ച് എവിടെ നടക്കും, അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചകൾ എന്ന് പറയുന്നത്. എലിമിനേഷൻ ചേമ്പറിൽ നടക്കുമെന്ന് ചിലർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ റസൽമേനിയ 40 നടക്കുമെന്ന് ചിലർ പറയുന്നുണ്ട്. എന്തായാലും ഡേവ് മെൽസർ ഇപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ഇവിടെ രണ്ടുമല്ല ഈ ഒരു മാച്ച് നടക്കാൻ പോകുന്നത്. ഈ ഒരു മാച്ച് നടക്കാൻ പോകുന്നത് ഏതെങ്കിലും സൗദി അറേബ്യൻ ഇവൻറ്റിലായിരിക്കുമെന്ന് ഡേവ് മെൽസർ പറഞ്ഞത് ഒരു മണ്ടത്തരമാണെന്ന് ചിലരൊക്കെ പറയും. എങ്കിൽ പോലും യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അവരുടെ നല്ല പൈസയുണ്ട്. അതുകൊണ്ട് തന്നെ പൈസ എറിഞ്ഞ് വേണമെങ്കിൽ അവർക്ക് മാച്ച് ആ ഒരു സൗദി അറേബ്യൻ ഇവൻറ്റിലേക്ക് വേണമെങ്കിൽ അവർക്കാക്കാം. നമുക്കറിയാം സൗദി അറേബ്യ എത്രത്തോളം കേപ്പബിൾ ആണ്. അതായത് ഒരു റസൽമേനിയ കിട്ടുന്നതിനെക്കാട്ടി 3 ഇരട്ടി പണമാണ് സൗദി അറേബ്യ നടത്തുന്ന ഒരു ഇവൻറ്റ് വഴി WWE ലഭിക്കുന്നത്. സോ സൗദി അറേബ്യയുടെ കയ്യിൽ അൺലിമിറ്റഡ് മണിയുണ്ട്. ആ ഒരു മണി കൊണ്ട് അവർ എന്താണ്, എപ്പോഴാണ്, എന്തൊക്കെയാണ് കാണിക്കുന്നത് നമുക്ക് പറയാനേ സാധിക്കില്ല. വേണമെങ്കിൽ കുറച്ച് പൈസ വാരി എറിഞ്ഞ് അവിടത്തേക്ക് ഈ ഒരു മാച്ച് ആക്കാവുന്നതേ ഉള്ളൂ. അതായത് സൗദി അറേബ്യയിലേക്ക് ഈ ഒരു മാച്ച് ആക്കാവുന്നതേ ഉള്ളൂ അവർക്ക്. ഈ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് WWE ഇറങ്ങിപ്പോയ ഒരു സൂപ്പർ സ്റ്റാർ തിരിച്ചു വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ആ ഒരു ഇറങ്ങിപ്പോയ സൂപ്പർ സ്റ്റാർ ആരാണെന്ന് എനിക്കറിയാം. ഇറങ്ങിപ്പോയത് 2 പേരാണ്. ഒന്ന് സാഷ ബെങ്ക്സും അതുപോലെ തന്നെ നവോമിയും. എന്തായാലും നവോമിയുടെ റിട്ടേൺ ഇപ്പോൾ വലിയ സാധ്യതകളുണ്ടെന്നാണ് പുറത്തേക്ക് വരുന്നത്. നവോമി റോയൽ റംബിൾ റിട്ടേൺ ചെയ്യുമ്പോൾ ഏതാണ്ട് കൺഫേം ആയ രീതിയിലാണ് പുറത്തേക്ക് വരുന്നത്. എന്തായാലും വലിയ സാധ്യതകളുണ്ട്. ഇപ്പോൾ നവോമി വളരെ മികച്ച പെർഫോമൻസാണ്, എനിക്കൊന്ന് TNA ഇമ്പാക്റ്റിലാണെന്ന് തോന്നുന്നു. അവിടെ വളരെ മികച്ച പെർഫോമൻസാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സോ വരാനുള്ള സാധ്യതകൾ ഇപ്പോൾ വളരെയധികം കൂടുതലാണ്. ഈ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ടേലർ ബേറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. അതായത് ടേലർ ബേറ്റിൻ്റെ WWE ഡെബ്യൂവിന് ശേഷം നല്ലൊരു അഭിപ്രായമാണ് WWE ഫാൻസിൻ്റെ ഇടയിൽ നിന്ന് അതിന് ലഭിച്ചുകൊണ്ടേ. എന്തായാലും 2 പേരിൽ ഒരാൾ വരുമെന്നായിരുന്നു നമ്മൾ പ്രധാനമായിട്ടും കേട്ടിരുന്നു. ഒന്നെങ്കിൽ ഷേമസ് ആയിരിക്കും അല്ലെങ്കിൽ ടേലർ ബേറ്റ് ആയിരിക്കും. എന്തായാലും ടേലർ ബേറ്റിൻ്റെ ഡെബ്യൂ നടന്നു കഴിഞ്ഞു. ഇനി നമ്മൾ ഷേമസിൻ്റെ റിട്ടേണിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. എന്തായാലും ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറയുന്നത്, ടേലർ ബേറ്റിന് ഇപ്പോൾ സ്മാക്ഡൗണിൻ്റെ സൂപ്പർ സ്റ്റാർ ആയിട്ട് WWE ആഡ് ചെയ്തിരിക്കുകയാണ്. അവരുടെ വെബ്സൈറ്റ് ചെയ്ത് WWE അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. ടേലർ ബേറ്റ് ഒരു മെയിൻ ബ്രൈറ്റ് സൂപ്പർ സ്റ്റാർ ആയിട്ട് മാറിക്കഴിഞ്ഞു. വളരെ കഴിവുള്ളൊരു സൂപ്പർ സ്റ്റാറാണ്. നമ്മളത് കണ്ടേമാണ്. അതായത് NXT UK അതിൻ്റെ പെർഫോമൻസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. എന്തായാലും അദ്ദേഹം ആ ഒരു കഴിവ് ഇവിടെയും തെളിയിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അതായത് തെളിയിക്കുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായാലും പലരും പരാജയപ്പെട്ടൊരു സ്ഥലമാണ്. അതായത് ഇതുപോലുള്ള NXT UK ആണെങ്കിലും അതുപോലെ തന്നെ NXT ആണെങ്കിലും വളരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെന്ന് മെയിൻ ബ്രാൻഡിലേക്ക് വരുമ്പോൾ പരാജയപ്പെട്ടു പോകാറുണ്ട് പലരും. പക്ഷേ അദ്ദേഹം വിജയിക്കുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. ഈ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത്, നമുക്കറിയാം പുതിയൊരു ഫാക്ഷൻ കൂടി WWE ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു ഫാക്ഷനാണ് AOP, കാരിയം ക്രോസ്, അതുപോലെ തന്നെ സ്കാലർ ബോർഡോക്സ്, ഇവരുടെയൊക്കെ ആ ഒരു ഫാക്ഷൻ. എന്തായാലും ഈ ഒരു ഫാക്ഷൻ റസൽമേനിയ 40 വരെ നല്ലൊരു പുഷ് നൽകുമെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. റസൽമേനിയ 40 കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നറിയില്ല. പക്ഷേ റസൽമേനിയ 40 വരെ നല്ലൊരു പുഷായിരിക്കും ഈ ഒരു ഫാക്ഷൻ നൽകുന്നതിന് ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. സോ ഇറ്റ്സ് ടൈം ടു പ്രൂവ്. കാരിയം ക്രോസിനാണെങ്കിലും AOPക്കാണെങ്കിലും പ്രൂവ് ചെയ്യാൻ കിട്ടിയ സെക്കൻഡ് ചാൻസ് ആണിത്.
പേപ്പറിൽ പവർഫുൾ ആയിട്ടുള്ളൊരു ഫാക്ഷനാണിത്. റിയാലിറ്റിയിലും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഗൂലിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം ഒരു NJPW സൂപ്പർ സ്റ്റാർ ആണ്. എന്തായാലും WWE വരുമെന്ന് കേട്ടിരുന്നു. എന്തായാലും ഇപ്പോൾ ഫൈനലൈസ് ആണ്. അത് അവസാന ഘട്ടത്തിലാണ് WWE ആയിട്ട് സൈൻ ചെയ്യുന്നത്. എന്തായാലും സൈൻ ചെയ്തു എന്ന് തന്നെ നമുക്ക് വിചാരിക്കണം. അതിലിപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് ഗൂലി ഇംഗ്ലീഷ് പഠിക്കാൻ പോവുകയാണെന്നാണ്. അത് WWE വരുന്നതുകൊണ്ട് തന്നെ അതൊരു ജപ്പാൻ സൂപ്പർ സ്റ്റാറാണ്, ഒരു പ്രോപ്പർ ജപ്പാൻ സൂപ്പർ സ്റ്റാറാണ്. അതുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഇപ്പോൾ 1 മാസത്തെ ലീവ് റെസ്ലിംഗിൽ നിന്ന് എടുക്കുകയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം ജപ്പാനീസ് സൂപ്പർ സ്റ്റാർസിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് അല്ല, അല്ലാതെ ഇംഗ്ലീഷ് ആക്സെൻറ്റ് ശരിക്ക് വരത്തില്ല, അതൊക്കെ തന്നെയാണ്. സോ ഗ്ലോബലി ഒരു അക്സെപ്റ്റൻസ് കിട്ടണമെങ്കിൽ ഇംഗ്ലീഷ് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം WWE. അത് WWE മാത്രമല്ല, എവിടെയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എന്തായാലും WWE വരുന്നതിന് മുമ്പ് നല്ല രീതിയിൽ ഇംഗ്ലീഷ് പഠിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഗൂലിയെ. കൂടാതെ ഗൂലിയെ WWE പെർഫോമൻസ് സെൻറ്ററിൽ കാണാൻ സാധിക്കുമെന്ന് അത് ഉടൻ തന്നെ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞു കേൾക്കുന്നു. എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റോയൽ റംബിളിലൊക്കെ വരാനുള്ള സാധ്യത കുറവാണ്. മിക്കവാറും ഒരു NXT തുടങ്ങി പിന്നെ പതിയെ മെയിൻ ബ്രാൻഡിലേക്ക് കൊണ്ടുവരാനായിരിക്കും WWE പ്ലാൻ. അതായത് WWE NXT നല്ലോണം പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ബ്രാൻഡിലേക്ക് വരും. എന്തായാലും ഗൂലി ഇപ്പോൾ WWE ഏതാണ്ടൊക്കെ സൈൻ ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയാം. സോ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.